ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ നോക്കുന്നത് വിരാട്ട പർവം എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. 1992 നടന്ന ഒരു റിയൽ നെക്സലൈറ്റ് പ്രണയം പറയുന്ന ഒരു മൂവിയാണിത്. ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന നമ്മുടെ നായിക അവിടെയുള്ള നെക്സലൈറ്റ് ഗ്യാങ്ങിന്റെ തലവനായ നായകനുമായിട്ട് പ്രണയമാവുന്നു. ശേഷം നായകന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ മൂവിന്റെ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാക്കാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. 1975 കാലഘട്ടത്തിലാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ആന്ധ്രാപ്രദേശിലുള്ള ഒരു ഗ്രാമം. അവിടെ ഒരു പ്രഗ്നന്റ് ലേഡീനെ ഇപ്പം കുറച്ച് ആൾക്കാര് വണ്ടിയിൽ കയറ്റി പ്രഗ്നൻസി പെയിൻ വന്നുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം അവിടെയുള്ള വഴിയില് പോലീസുകാരും നക്സലൈറ്റുമായിട്ട് വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഈ പ്രഗ്നന്റ് ലേഡീനെ കൊണ്ടുവന്ന ആൾക്കാരും നക്സലൈറ്റിന്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ച് പോലീസുകാരാണെങ്കിൽ ഇവരോട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നു. അപ്പൊ യഥാർത്ഥ നക്സലൈറ്റ് ഗ്രൂപ്പിലുള്ള ഒരു ലേഡി വന്ന് ഇവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. അപ്പോഴേക്കും ആ പ്രഗ്നന്റ് ലേഡിക്കാണെങ്കിൽ പെയിൻ കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ നക്സലൈറ്റ് ലേഡി അവരൊരു ഡോക്ടർ കൂടിയായിരുന്നു. അവരിപ്പോ അവിടെ വെച്ച് ആ സ്ത്രീന്റെ പ്രസവം എടുക്കുന്നു. അങ്ങനെ ഉണ്ടായത് ഒരു പെൺകുഞ്ഞായിരുന്നു. കുഞ്ഞിനും അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത്. ഈ സമയം ലേഡീന്റെ ഭർത്താവ് ആ നെക്സലൈറ്റ് ലേഡീനോട് പറയുവാണ്, നിങ്ങൾ ചെയ്തു തന്ന ഉപകാരത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിങ്ങൾ തന്നെ എന്റെ കുഞ്ഞിന് ഒരു പേരിടണമെന്ന്. ഇത് കേൾക്കുന്ന നെക്സലൈറ്റ് ലേഡി അവൾക്ക് വെണ്ണില എന്ന് പേരിടുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി ആ കുഞ്ഞ് വളർന്നു വലുതാകുന്നതായിട്ട് കാണിക്കുന്നു. ഇവളാണ് നമ്മുടെ മൂവിയിലെ നായിക. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. നമ്മുടെ നായിക കോളേജിൽ പഠിക്കുന്ന ആ ഒരു സമയത്തുമാണ്. നല്ല പിടിവാശിയുള്ള ഒരു കുട്ടിയായിരുന്നു നമ്മുടെ നായിക. നായികന്റെ അച്ഛനും അമ്മയും നായികനെ ആ ഒരു രീതിക്ക് ലാളിച്ചായിരുന്നു വളർത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ നായിക കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഒരു ദിവസം അവളുടെ കൂട്ടുകാരി അവൾ റീസെന്റ് ആയിട്ട് വായിച്ച ഒരു ബുക്കിനെ പറ്റി നായികനോട് പറയുന്നു. ആ ബുക്ക് വായിച്ചതിന് അവളുടെ അച്ഛൻ അവളെ കുറെ വഴക്ക് പറഞ്ഞു. ഇനി അതുപോലത്തെ ബുക്ക് വായിച്ചേക്കില്ലെന്നൊക്കെ അച്ഛൻ വിലക്കിയെന്നൊക്കെ അവൾ പറയുന്ന സമയം ഇത് കേൾക്കുന്ന നായികയ്ക്ക് അതെന്ത് ബുക്കാ, അങ്ങനെയാണെങ്കിൽ ആ ബുക്ക് എനിക്കൊന്ന് വായിക്കണല്ലോ എന്ന് കൂട്ടുകാരിനോട് പറയുന്നു. ഇത് കേൾക്കുന്ന കൂട്ടുകാരി, എനിക്കെന്തായാലും ഇനി ആ ബുക്ക് വേണ്ട, നിനക്ക് വേണമെങ്കിൽ ഞാൻ തരാമെന്നും പറഞ്ഞ് അടുത്ത ദിവസം തന്നെ അത് എടുത്ത് നായികയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ നായിക അത് വായിക്കൊണ്ട് വന്ന് വീട്ടിലിരുന്ന് ആരും കാണാതെ വായിക്കുവാണ്. രവി എന്ന് പറയുന്ന ഒരു നെക്സലൈറ്റ് എഴുതിയ ബുക്കായിരുന്നു അത്. സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ഒരു നെക്സലൈറ്റ് ഒരു ബുക്ക് എഴുതിയ അത് എങ്ങനെ ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാലോ. ആ ഒരു രീതിക്കുള്ള ബുക്കായതുകൊണ്ട് തന്നെ വായിക്കുന്നവരെ ചോര തിളയ്ക്കുമായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോ തന്നെ നായികയ്ക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ടന്റിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നു. അങ്ങനെ അവിടെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആളുടെ അടുത്ത് ചെന്ന് നായിക ആ ബുക്ക് കാട്ടിക്കൊടുത്ത്, രവി എന്ന് പറയുന്ന നെക്സലൈറ്റ് എഴുതിയ വേറെ ബുക്കുകൾ ചേട്ടന്റെ കയ്യിലുണ്ടോ, ഉണ്ടെങ്കിൽ എനിക്ക് തരാമെന്ന് ചോദിക്കുന്നു. ഈ രവി എന്ന് പറയുന്ന നെക്സലൈറ്റിനെ നാട്ടിലുള്ള പോലീസുകാർ മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ ഈ കാര്യങ്ങളൊക്കെ പോലീസ് അറിഞ്ഞാൽ നിന്നെയും കൂടി അറസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് ബുക്കുകളൊക്കെ എന്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ തന്നുവെന്ന് ആരോട് നീ പറയാൻ പാടില്ല. അതുപോലെ നീ ബുക്ക് വായിക്കുന്നുണ്ടെന്നുള്ള കാര്യവും ആരും അറിയാൻ പാടില്ല. ഇങ്ങനെയും പറഞ്ഞ് ആ ലൈബ്രറിയൻ അവൾക്ക് ആ ബുക്കുകളെല്ലാം കൊടുക്കുന്നു. അങ്ങനെ അവൾ അതും വായിക്കുവാണ്. അങ്ങനെ രവിന്റെ ആ ബുക്കുകളെല്ലാം വായിച്ചു കഴിഞ്ഞത് നായികയ്ക്കാണെങ്കിൽ അയാളോട് ഒരു ആരാധന അല്ലെങ്കിൽ ഒരു പ്രണയം തോന്നി തുടങ്ങുവാണ്. അങ്ങനെ രവിയോട് അവൾക്ക് തോന്നിയ ഫീലിംഗ്സ് എല്ലാം അവൾ അവളുടെ ഡയറിയിൽ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കുന്ന സമയത്താണ് നാട്ടിൽ നിന്ന് നായികന്റെ മുറച്ചക്കൻ അവളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നത്. ഓൾറെഡി വീട്ടുകാര് കല്യാണപ്രായം എത്തിയ നായികനെ അയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ആ ഒരു രീതിക്ക് പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു. നായികയ്ക്ക് അയാളെ ഇഷ്ടമാണ്, എന്നാ ഒരു ഭർത്താവ് എന്നുള്ള കൺസെപ്റ്റിലൊന്നും നായിക അയാളെ കണ്ടിട്ടില്ല. അങ്ങനെ ആ സീനൊക്കെ കട്ടായി ആ ഗ്രാമത്തിലെ ഒരു ഉത്സവം കാണിക്കുന്നു. ആ ഉത്സവം അവിടെയുള്ള നാട്ടുകാരെല്ലാം നല്ല രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് കുറെ പോലീസുകാർ വരുന്നു. ആ പോലീസുകാരാണെങ്കിൽ ഒരു കാര്യമില്ലാതെ ഈ ആഘോഷങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുറെ നാട്ടുകാരെയെല്ലാം വെറുതെ തല്ലുന്നുണ്ട്. ആ കൂട്ടത്തിൽ നായികന്റെ അച്ഛനും ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനും കുറച്ച് അടി കിട്ടുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് നായികയ്ക്ക് ദേഷ്യം വരുന്നു. അങ്ങനെ നായിക ആ പോലീസുകാരോട് അതിനെപ്പറ്റി ചോദിച്ച് അവരുമായിട്ട് ചെറിയ സീൻ ഉണ്ടാക്കുന്നു. ഈ സമയം ഇത് കേട്ട് ദേഷ്യം വരുന്ന പോലീസുകാരാണെങ്കിൽ ഒരു പെണ്ണാണെന്ന് പോലും നോക്കാതെ നായികനെ അവിടെ ഇട്ട് ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നു. ഈ സമയമാണ് അവിടേക്ക് നമ്മുടെ ഹീറോയായ രവിയും അവന്റെ ഗ്യാങ്ങും വരുന്നത്. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തി അവര് പോലീസുകാരുടെ കയ്യിൽ നിന്ന് നായികനെയൊക്കെ സേവ് ചെയ്യുന്നു. എന്നിട്ട് പോലീസുകാർക്കൊക്കെ വേണ്ടത് കൊടുത്ത് അവരെ അവിടെ നിന്ന് വിടുവാണ്. അങ്ങനെ ഇപ്പൊ ഈ ഒരു കാര്യം കൂടി സംഭവിക്കുമ്പോൾ ഓൾറെഡി നായകന്റെ ബുക്കെല്ലാം വായിച്ച് ഇംപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന നമ്മുടെ നായികയ്ക്ക് അവനോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നു. നായിക വീണ്ടും അവനിൽ വീഴുന്നു. ഈ നിമിഷം മുതൽ നായകന്റെ മനസ്സിലെ ഹീറോ അവനാണ്. അങ്ങനെ ഇപ്പൊ നായകന്റെ കയ്യിലുണ്ടായിരുന്ന അവന്റെ ആ ബുക്കില് നായിക അവന്റെ ഓട്ടോഗ്രാഫ് എല്ലാം വാങ്ങുന്നുണ്ട്. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് വീട്ടിലേക്ക് എത്തിയ നായകന്റെ മുറച്ചക്കനെയും അയാളുടെ ഫാമിലിനെയും കാണിക്കുന്നു. ഇപ്പൊ അവർക്ക് കല്യാണപ്രായം എത്തിയോണ്ട് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ് ഇവര് കുടുംബമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന സമയത്ത് നായിക ഓപ്പൺ ആയിട്ട് എന്നിട്ട് എനിക്ക് ഈ കല്യാണത്തിനോട് താല്പര്യമില്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന നായികന്റെ അമ്മയാണെങ്കിൽ നായകനെ കുറെ തല്ലുകയൊക്കെ ചെയ്യുവാണ്. എന്നാലും നായിക അതൊന്നും കാര്യമാക്കാതെ നേരെ മുറച്ചക്കന്റെ അടുത്ത് നിന്ന്, ഞാൻ നിങ്ങളെ ഇതുവരെ ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ സങ്കല്പിച്ചിട്ടില്ല, പിന്നെ എനിക്ക് രവി എന്ന് പറയുന്ന ഒരാളെ ഇഷ്ടമാണ്, സോ ഈ കല്യാണം നടക്കില്ല എന്നും പറഞ്ഞ് അവരെ പറഞ്ഞയക്കുന്നു. ഇപ്പൊ നടന്ന ഈ ഒരു കാര്യത്തോടെ നായികയ്ക്ക് മനസ്സിലായി നായികയ്ക്ക് ഒരു പ്രണയമുണ്ടെന്ന് വീട്ടിലറിഞ്ഞ അതെന്തായാലും വലിയ പ്രശ്നമാവും. പ്രത്യേകിച്ച് പ്രണയിക്കുന്നത് രവീനെയാണെന്ന് അറിഞ്ഞാൽ പിന്നെ പറയാൻ കൂടി വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മുടെ നായിക അവരോടൊന്നും പറയാതെ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കുന്നു. എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഒളിച്ചോടാന്ന് രവിക്ക് വേണ്ടി. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആവുന്ന സമയത്ത് നായകനെ മുറിയിലൊന്നും കാണുന്നില്ല. അങ്ങനെ വീട്ടുകാർ അന്വേഷിക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് നായിക വീട് വിട്ടുപോയെന്ന്. അതുപോലെ അവളുടെ മുറിയിൽ നിന്ന് പാരന്റ്സിന് ഒരു കത്തും കിട്ടുന്നുണ്ട്. ഞാൻ ഒരാളെ പ്രണയിക്കുവാണ്, ഇത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല എന്നറിയാം, അതുകൊണ്ട് ഞാൻ വീട് വിട്ടു പോവാണ്, നിങ്ങൾ എന്തായാലും എന്നെ അന്വേഷിച്ച് വരണ്ട, ഞാൻ പ്രണയിക്കുന്ന ആളുമായിട്ടുള്ള എന്റെ കല്യാണം എല്ലാം കഴിഞ്ഞ് കുട്ടികളൊക്കെ അതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും. ഇങ്ങനെയായിരുന്നു അവളുടെ കത്ത്. അങ്ങനെ ഇത് കാണുന്ന സമയത്ത് അവളുടെ പാരന്റ്സ് ഒരുപാട് സങ്കടപ്പെടുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് ഒരു ലേഡീനെ കാണിക്കുന്നു. ഇവരൊരു ടീച്ചറാണ്. നാട്ടിനും നാട്ടുകാർക്കും വേണ്ടി ഒരുപാട്
ഒരുപാട് പോരാടുന്ന ഒരു സ്ത്രീയാണ് ഇവര്. നെക്സ്ലൈറ്റായ രവിക്ക് പുറമേയുള്ള ഹെൽപ്പുകളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇവരാണ്. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നായികനാണ്. വീട് വിട്ടിറങ്ങിയ നമ്മുടെ നായിക ഇപ്പൊ രവിയൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് എത്തുവാണ്. അവിടെ ഒരു പ്രിന്റിംഗ് പ്രസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ കയറി നായിക അവിടെയുള്ള ആൾക്കാരോട് പറയുവാണ്, എന്റെ പേര് വെണ്ണില, ഞാൻ കുറച്ച് ദൂരെ നിന്ന് രവിനെ കാണാൻ വേണ്ടി വന്നതാണ്, എനിക്ക് അദ്ദേഹത്തിനെ ഒന്ന് കാണണം. അവളീ പറയുന്നത് കേൾക്കുമ്പോൾ അവര് എന്തിനാ നീ രവിനെ കാണുന്നത്, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നു. അവരൊരു സംശയത്തോടുകൂടി ഇങ്ങനെല്ലാം ചോദിക്കുന്ന സമയത്ത് നായിക പറയാണ്, അയ്യോ നിങ്ങൾ പേടിക്കുന്ന പോലെ ഞാനൊരു സ്പൈ ഒന്നുമല്ല, ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് പ്രണയിക്കുന്നുണ്ട്. സോ എനിക്ക് അദ്ദേഹത്തിനെ കണ്ട് എന്റെ ഇഷ്ടം തുറന്നു പറയണം, അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇങ്ങനെ നായിക പറയുന്ന സമയത്ത് ആ പ്രസിലുള്ള ആൾക്കാരെ പറയുകയാണ്, ഈ പ്രണയവും കാര്യങ്ങളൊന്നും രവിയായിട്ട് നടക്കാൻ പോകുന്നില്ല. ഇങ്ങനെല്ലാം പറയുന്ന സമയത്ത് നമ്മുടെ നായിക ഭയങ്കര സങ്കടത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങുവാണ്. നായിക അവിടെ നിന്ന് പോയി ഒരു കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആ പ്രിന്റിംഗ് പ്രസിലേക്ക് കുറച്ച് പോലീസുകാർ വന്ന് അവിടെയുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. നമ്മുടെ നായിക എവിടേക്ക് രവിനെ അന്വേഷിച്ച് വരാൻ കാരണം രവി എഴുതിക്കൊണ്ടിരുന്ന ആ ബുക്കല്ല ഇവിടുന്നായിരുന്നു പ്രിന്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് നായിക അതിന്റെ അഡ്രസ്സ് വെച്ചിട്ടായിരുന്നു ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ നായിക വീണ്ടും ഒരുപാട് അന്വേഷിച്ച് എങ്ങനെയോ രവിന്റെ വീട് കണ്ടെത്തുന്നു. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തി നോക്കുന്ന സമയത്ത് അവിടെ രവിന്റെ അമ്മ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇപ്പൊ അവരോട് രവിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് അവർ പറയാണ്, എന്റെ മകൻ രവി ഇവിടേക്ക് വന്നിട്ട് കുറെ നാളുകളായി, എനിക്ക് അവനെ ഒന്ന് കാണണമെന്നുണ്ട്, എന്നാൽ അവൻ ഇങ്ങോട്ടൊന്നും വരാറില്ല. അങ്ങനെ അമ്മ വിഷമത്തോടുകൂടി ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് നായികയ്ക്ക് എന്തോ പോലെയാവുന്നു. ഈ വീട്ടില് അവരിങ്ങനെ ഒറ്റപ്പെട്ട് താമസിക്കുമെന്ന് അറിയുന്ന സമയത്ത് നായികയാണെങ്കിൽ കുറച്ചു ദിവസം അവരുടെ കൂടെ നിന്നിട്ട് പോവാന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പൊ നായിക അവരുടെ കൂടെ 2-3 ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നു. അങ്ങനെ അവരുടെ കൂടെ 2-3 ദിവസം നിന്ന് അവരുടെ ഒറ്റപ്പെട്ട ലൈഫിൽ നിന്നല്ല അവരെ ഒന്ന് റിക്കവർ ആക്കി ശേഷമാണ് നായിക അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അമ്മയ്ക്ക് രവിനോട് എന്തെങ്കിലും പറയാനുണ്ടോ, ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു കത്തിൽ എഴുതാ, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത്, ഞാൻ കൊടുത്തേക്കാന്നും പറഞ്ഞ് നായിക അവരെ കൊണ്ട് ഒരു കത്തെല്ലാം എഴുതി വാങ്ങി. അങ്ങനെയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനില് രവിനെ തിരിഞ്ഞുള്ള നായികന്റെ യാത്രയാണ് കാണിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മുടെ നായികയാണെങ്കിൽ ഒരു ബസ്സിൽ അങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വഴിയിൽ വെച്ച് കുറച്ച് നെക്സ്ലൈറ്റ് ഗ്യാങ് ആ ബസ് തടഞ്ഞ് അത് അവിടെ ഇട്ട് കത്തിക്കുന്നു. ഈ സമയം നമ്മുടെ നായിക അവരോട്, നിങ്ങൾക്ക് രവിനെ അറിയോ, ഞാൻ രവിനെ കാണാൻ വന്നതാണെന്നൊക്കെ പറയുന്നു. ഈ സമയം അവരാണെങ്കിൽ രവിനെ പറ്റി ഒന്നും തന്നെ നായികയോട് പറഞ്ഞു കൊടുക്കുന്നില്ല. അങ്ങനെ ആ സീനോടെ കട്ടെ അന്ന് ഈവനിങ് നമ്മുടെ നായിക ട്രാവൽ ചെയ്ത് ആ ഗ്രാമത്തിന്റെ മറ്റൊരു സൈഡിലേക്ക് എത്തുന്നു. രാത്രി നല്ല മഴയായതുകൊണ്ട് തന്നെ നമ്മുടെ നായികയാണെങ്കിൽ അവിടെ അടുത്തുള്ള ഒരു വീട്ടില് അഭയം തേടുവാണ്. ആ വീട്ടിലുണ്ടായിരുന്നത് ഒരു തയ്യൽക്കാരിയായ ലേഡിയായിരുന്നു. ആ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം തീർത്തു കൊടുക്കുന്നത് രവിയാണെന്ന് നായിക മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ രവിനെ കാണാൻ വന്നതാണെന്നൊക്കെ ഇവരോട് പറഞ്ഞ വല്ല സ്പൈ ആണെന്ന് വിചാരിച്ച് ആരും അവനെ പറ്റി ഒന്നും തന്നെ പറഞ്ഞു തരില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നായിക ഇപ്പൊ ഈ ലേഡീനോട്, ഞങ്ങളുടെ നാട്ടില് പോലീസുകാരൊരു കാര്യമില്ലാതെ നാട്ടുകാർ ഒരുപാട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, സോ ഈ കാര്യങ്ങൾ രവിനെ കണ്ട് സംസാരിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് രവി എവിടെ ഉണ്ടെന്ന് ഒന്ന് പറഞ്ഞുതരാൻ കഴിയുമെന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ലേഡി, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്നാണ് പറയുന്നത്. ശരിക്കും ആ ലേഡിക്ക് ഈ നെക്സ്ലൈറ്റ് ഗ്യാങ്ങുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. കാരണം ഇവരായിരുന്നു ആ നെക്സ്ലൈറ്റ് ഗ്യാങ്ങിനുള്ള യൂണിഫോംസ് എല്ലാം തയ്ച്ചു കൊടുത്തോണ്ടിരുന്നത്. അങ്ങനെ പാതിരാത്രിയാവുന്ന സമയത്ത് ഇവര് തയ്ച്ച ആ ഡ്രസ്സുകളെല്ലാം വാങ്ങിക്കൊണ്ട് പോകാൻ വേണ്ടി ആ നെക്സ്ലൈറ്റ് ഗ്യാങ്ങിൽ ഒരു വ്യക്തി അങ്ങോട്ട് വരുവാണ്. അങ്ങനെ ഇപ്പൊ അതെല്ലാം കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ആ ലേഡി നായികന്ന് സംസാരിച്ച ഈ കാര്യങ്ങളെ പറ്റി അയാളോട് പറയുകയും, രവി അടുത്തയാഴ്ച ഇവിടെയുള്ള കോളേജിലേക്ക് വരുന്നില്ലേ, സോ ആ കാര്യം ഞാൻ ആ കുട്ടീനോട് പറഞ്ഞോട്ടെ, അത് അവൾക്കൊരു വലിയ ഹെൽപ്പ് ആവുമെന്ന് ആ ലേഡി പറയുന്ന സമയം, വേണ്ട വന്നത് ആരാണെന്ന് ആർക്കറിയാം, വല്ല സ്പൈയും ആണെങ്കിൽ നല്ല രീതിയിലുള്ള പണി കിട്ടും, അതുകൊണ്ട് പറയാൻ നിൽക്കണ്ടെന്ന് ഈ സമയം ആ വ്യക്തി പറഞ്ഞ് അങ്ങനെ അയാൾ അവിടുന്ന് പോകുന്നു. അറ്റ് ദ സെയിം ടൈം ഈ കാര്യങ്ങളെല്ലാം അപ്പുറത്ത് മാറിയെന്ന് നമ്മുടെ നായിക കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അടുത്തയാഴ്ച ഇവിടെയുള്ള കോളേജിലേക്ക് രവി വരുമല്ലേ, അങ്ങനെയാണെങ്കിൽ അവനെ അവിടെ വെച്ച് കാണാമെന്ന് ഈ സമയം നായിക മനസ്സിൽ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ നായിക ആ ലേഡിയോട് ഞാൻ അവിടുന്ന് പോവാണെന്ന് പറഞ്ഞ് ആ രീതിക്ക് അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ അവിടുന്ന് 2-3 ദിവസം കഴിഞ്ഞ് പോവാണ്. ഇന്നാണ് ആ ലേഡി പറഞ്ഞ ആ ദിവസം, അതായത് രവി ആ കോളേജിലേക്ക് വരുന്ന ദിവസം. അങ്ങനെ ഇപ്പൊ അവിടെ വെച്ച് രവിനെ കാണാൻ വേണ്ടി നായിക അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം വഴിയിലൂടെ ഒരു പോലീസ് വണ്ടി പോവാണ്. ഈ സമയം ആ പോലീസ് വണ്ടി നായകന്റെ അടുത്ത് നിർത്തുന്നു. എന്നിട്ട് അതിലെ പോലീസുകാര് നായകനെ കണ്ട് എന്തോ ഡൗട്ട് തോന്നിയ രീതിയിൽ നായകനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നു. നായിക വളരെ നാച്ചുറൽ ആയിട്ട് മറുപടി കൊടുക്കുന്ന സമയത്ത് അവർക്ക് സംശയം മാറുന്നില്ല. അപ്പൊ അവര് നായകന്റെ ബാഗ് ചെക്ക് ചെയ്യുന്നു. ഈ സമയത്ത് നായകന്റെ ബാഗില് അവരൊരു ബൊമ്മ കാണുവാണ്. ഈ ബൊമ്മ നായകനെ കൊടുത്ത് ആ രീതിക്ക് വേണം അവനെ പ്രപ്പോസ് ചെയ്യാനെന്ന് നായിക വിചാരിച്ചിരുന്നു. എന്നാൽ ഇപ്പൊ ഈ ബൊമ്മ കണ്ടപ്പം ആ പോലീസുകാരനാണെങ്കിൽ അത് വേണമെന്നായി. അങ്ങനെ അയാൾ അത് ചോദിക്കുന്ന സമയത്ത് നായിക തരില്ല എന്ന് പറയുന്നു. അപ്പൊ അയാൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ദേഷ്യം വന്ന് നമ്മുടെ നായികയാണെങ്കിൽ അത് അവിടെ എറിഞ്ഞുടയ്ക്കുവാണ്. ഇത് കണ്ടതും ആ പോലീസുകാരൻ ആകെ പൊളിയുന്നു. അങ്ങനെ ഇപ്പൊ അതിന്റെ പേരില് ആ പോലീസുകാരെല്ലാരും കൂടി അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നു. ശേഷം അവളെ അവിടുന്ന് സ്റ്റേഷനിലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയമാണ് പോലീസുകാർക്ക് ഒരു വിവരം കിട്ടുന്നത്, നെക്സ്ലൈറ്റ് നേതാവായ രവി അവിടെയുള്ള കോളേജിലേക്ക് എത്തിയിട്ടുണ്ടെന്ന്. അവിടേക്കാണല്ലോ നായികയും പോവാൻ വേണ്ടിയിരുന്നത്. അങ്ങനെ ഇപ്പൊ പോലീസുകാർ നേരെ അങ്ങോട്ട് ചെല്ലുന്നു. ആ ഗ്രാമത്തിലുള്ള ഒരു വ്യക്തിന്റെ മകള് അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അവളെ റീസെന്റ് ആയിട്ടൊരു വ്യക്തി അവിടെ വെച്ച് റേപ്പ് ചെയ്ത് കൊന്നു. സോ അതിന് അയാളെ തീർക്കാൻ വേണ്ടിയാണ് നമ്മുടെ നായകനെ ഗ്യാങ്ങിവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ അയാളെ തീർത്ത് അവിടുന്ന് പോകാൻ തുടങ്ങുന്ന സമയം ഈ കാര്യം അറിഞ്ഞ് അവിടേക്ക് എത്തിയ പോലീസുകാരാണെങ്കിൽ നായകനെ പിടികൂടാൻ ശ്രമിക്കുന്നു. അപ്പൊ നായകനാണെങ്കിൽ അവരെല്ലാരെയും ഷൂട്ട് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടുവാണ്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മുടെ നായികയ്ക്കാണെങ്കിൽ നായകനെ അത്ര അടുത്ത് കിട്ടിയെങ്കിലും മീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, അവനോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഇപ്പൊ പോലീസുകാരെല്ലാം നമ്മുടെ നായകനെ ഗ്യാങ് കൊന്നുകൊണ്ട് നായികയ്ക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. അങ്ങനെ ആ
സീനോടെ കട്ടായി അന്ന് രാത്രി കുറച്ചു നേരം മുമ്പ് ഒരു ടീച്ചറെ പറ്റി നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ആ ടീച്ചറിന്റെ വീട് കാണിക്കുന്നു. അവിടെ ഇപ്പൊ നമ്മുടെ നായകനും ഗ്യാങ്ങും എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അങ്ങനെ ഇരിക്കുവാണ്. പാതിരാത്രി ആവുന്ന സമയത്ത് അവരെല്ലാവരും അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അവിടെ നിന്ന് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ നായിക അവിടേക്ക് എത്തുവാണ്. അന്നാ ടൈലറിംഗ് ലേഡീന്റെ അടുത്ത് വന്ന് അഭയം ചോദിച്ച രീതിയിൽ ഇന്ന് നമ്മുടെ നായിക ഇവിടെ അഭയം ചോദിക്കുന്നു. പുറത്ത് നല്ല മഴയാണ്, പിന്നെ ഒരു പെൺകുട്ടിയും കൂടിയല്ലേ, അതുകൊണ്ടാണെങ്കിൽ അവർ അവിടെ അഭയം കൊടുക്കുന്നു. അങ്ങനെ രാത്രി ടീച്ചർ നായകനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ നായകനോട് ചോദിക്കുന്നു, നീ എന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതെന്ന്. അപ്പൊ നായിക സത്യങ്ങളെല്ലാം ടീച്ചറോട് തുറന്നു പറയുന്നു. അതായത് നായകനെ പ്രണയിക്കുന്നുണ്ട്, സോ നായകനെ കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം. ഈ സമയം ടീച്ചർ ആണെങ്കിൽ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നായകനെ അതിൽ നിന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നായക നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ അവളുള്ള തീരുമാനത്തിൽ നിന്ന് തിരിയില്ല എന്ന് മനസ്സിലാക്കിയതും ആ ടീച്ചർ അങ്ങനെയാണെങ്കിൽ അവളൊന്ന് രവിനെ കണ്ടിട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ അടുത്ത ദിവസം ആ നെക്സ്റ്റ് ലൈറ്റ് ഗ്യാങ്ങിൽ ഒരു വ്യക്തി അങ്ങോട്ട് വരുന്ന സമയം അവന്റെ കൂടെ നായകനെ രവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ നമ്മുടെ നായക രവിനെ കാണുവാണ്. അങ്ങനെ ഇപ്പൊ രവിനെ കണ്ടത് നമ്മുടെ നായിക അവള് പറയാൻ ആഗ്രഹിച്ചിരുന്ന ആ കാര്യം, അതായത് അവളുടെ മനസ്സിലെ അവനോടുള്ള പ്രണയം തുറന്നു പറയുന്നു. ഇത് കേട്ടത് രവി ആണെങ്കിൽ എനിക്കിപ്പോ അതിനൊന്നും അല്ല സമയം, ചെയ്തു തീർക്കേണ്ട മറ്റു കുറെ കാര്യങ്ങളുണ്ട്, ഞാൻ അതിന്റെ പുറകെയാണ്. ഇങ്ങനെയും പറഞ്ഞ് അവളുടെ ഇഷ്ടം നിരസിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഇവരുള്ള ആ സ്ഥലത്തേക്ക് ഇവരിവിടെ ഉണ്ടെന്ന് എങ്ങനെയോ പോലീസ് അറിഞ്ഞിട്ട് പോലീസുകാർ എത്തുവാണ്. അവിടുന്ന് എങ്ങനെയാണ് നായകനും ഗ്യാങ് രക്ഷപ്പെടുന്നത്. എന്നാൽ നമ്മുടെ നായികയാണെങ്കിൽ പോലീസുകാരുടെ കയ്യിൽ പെടുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി നായികയെ ഗ്യാങ്ങിലുള്ള ആണെന്നുള്ള രീതിയിൽ അവൾ ഒരുപാട് ഉപദ്രവിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും നായകനെ ഗ്യാങ് അവിടേക്ക് എത്തി ആ പോലീസുകാരുടെ കയ്യിൽ നിന്ന് നായകനെ സേവ് ചെയ്ത് കൊണ്ടുപോവാണ്. ശേഷം നായകനോട്, നീ പറയുന്നതല്ലേ നിന്നെ പ്രണയിക്കാനൊന്നും എന്നെ കിട്ടില്ല, സോ ഇനി ഇവിടെ നിന്ന് പോലീസുകാരുടെ കയ്യിൽ പെട്ട് പ്രശ്നമാവാതെ പെട്ടെന്ന് തന്നെ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ നോക്കുന്നും പറഞ്ഞ് അവളെ അവിടെ വിട്ട് നായകൻ പോകുന്നു. ഇതേസമയം പോലീസുകാരാണെങ്കിൽ നായകനെ പിടിച്ചോണ്ട് വന്നപ്പോൾ അവളുടെ ഫോട്ടോയെല്ലാം എടുത്തു വെച്ച് അവളെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പൊ നായകൻ രക്ഷപ്പെടുത്തി കൊണ്ടുപോയെങ്കിലും അവളുടെ ഫോട്ടോ വെച്ച് പോലീസുകാർ അന്വേഷിച്ച് അവളെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നു. അങ്ങനെ നായകന്റെ നാട്ടിലെത്തി അവളുടെ അച്ഛനെയും അവളുടെ മുറച്ചക്കനെല്ലാം പിടിച്ചോണ്ട് വന്ന് പോലീസുകാര് ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുവാണ്. ഈ സമയം അവർ പറയുന്നു അവളെ കുറെ നാളുകൾക്ക് മുമ്പ് ഇവിടുന്ന് വിളിച്ചോടി പോയതാണെന്ന്. ഇപ്പൊ അവൾ എന്താണെന്നോ എവിടെയാണെന്നോ എന്നും ഇവർക്കൊന്നും അറിയത്തില്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ പോലീസുകാര് ശരി അവൾ വന്ന് അറിയിക്കണമെന്നും പറഞ്ഞ് അവരെ വിടുന്നു. അങ്ങനെ അവരവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് അവര് നായികനെ കാണുന്നുണ്ട്. അങ്ങനെ ഇവരെ കാണുന്ന സമയത്ത് നായിക അവരുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു. വീട്ടിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് പറയാതെ ഇറങ്ങി പോകുന്നതിന് നമ്മുടെ നായിക ഈ സമയം അച്ഛനോട് മാപ്പെല്ലാം പറയുന്നു. അപ്പൊ അച്ഛനാണെങ്കിൽ അവളോട് പിണക്കൊന്നും കാണിക്കാതെ അവളോട് കുറെ നേരം സംസാരിക്കുന്നു. അതുപോലെ നീ നെക്സ്റ്റ് ആണെന്നും പറഞ്ഞ് ഞങ്ങളെ പോലീസ് പിടിക്കുകയുണ്ടായി, ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പേടിയില്ല, മോളുടെ കാര്യം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ രീതിക്കൊക്കെ സംസാരിച്ച് അവരാണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ നായിക വീണ്ടും രവിനെ അന്വേഷിച്ച് രവിയുള്ള സ്ഥലത്തേക്ക് എത്തുവാണ്. ഈ സമയം രവിന്റെ ഗ്രൂപ്പിലുള്ള രണ്ടാൾക്കാർ വന്ന്, രവി നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ, ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ തിരിച്ചു വന്നേന്നൊക്കെ ചോദിക്കുന്നു. എനിക്ക് രവിനെ കാണാൻ നായിക പറയുന്ന സമയം രവിക്ക് നിന്നെ കാണാൻ താല്പര്യമില്ല എന്ന് അവർ പറയുവാണ്. നല്ല പിടിവാശിയുള്ള നായിക അവനെ കാണാതെ ഞാൻ പോവില്ല എന്ന് പറയുന്ന സമയം വേറെ നിവൃത്തിയില്ലാതെ രവി വീണ്ടും നായികന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ ചോദിച്ച് അവളോട് ദേഷ്യപ്പെടുവാണ് അവൻ. അപ്പൊ നായികയാണെങ്കിൽ രവിന്റെ അമ്മ അവന് കൊടുക്കാൻ വേണ്ടി എഴുതി കൊടുത്ത ആ കത്തില്ലേ അത് അവന് കൊടുക്കുന്നു. ഈ സമയം ദേഷ്യം കൊണ്ട് നായകൻ അത് കീറി കളയുവാണ്. എന്നിട്ട് അവൻ നേരെ കാട്ടിലേക്ക് പോകുന്നു. ഈ സമയം നായിക അവന്റെ പുറകെ പോവുകയാണ്. ഈ പെണ്ണോട് എത്ര പറഞ്ഞിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവളെ നമ്മുടെ കൂട്ടത്തേക്ക് കൂട്ടാൻ രവി നെക്സ്റ്റ് ഗ്യാങ്ങിനോട് പറയുന്നു. അങ്ങനെ ഇപ്പൊ നെക്സ്റ്റ് ഗ്യാങ്ങിലെ ആൾക്കാര് അവളെ ഒരു മെമ്പർ ആക്കുവാണ്. ശേഷം അവൾക്ക് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് ആ നെക്സ്റ്റ് ഗ്യാങ്ങിലെ ഒരു ലേഡിയാണ്. പ്രിയാമണിയാണ് ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഈ സമയം അവളെ ടീമിൽ ചേർത്ത് തോന്നും ആ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു നെക്സ്റ്റ് ആണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അയാൾ പ്രിയാമണിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ചെയ്ത് കൂട്ടുന്നതെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്ന്, ഇതുകൊണ്ട് ഫ്യൂച്ചറിൽ നമുക്ക് എല്ലാവർക്കും നല്ല പണി കിട്ടുമെന്ന്. അങ്ങനെ ആ സീനോടെ കട്ടാവുന്നു. അവിടെ നിന്ന് കുറെ ദിവസം കഴിഞ്ഞു പോകുന്നതായിട്ട് കാണിക്കുന്നു. ഇപ്പൊ നമ്മുടെ നായിക ടീമിലൊരാളായി ആ ഒരു രീതിക്ക് അങ്ങനെ ജീവിച്ചു വന്നിട്ടിരിക്കുന്നു. അങ്ങനെയിരിക്കുന്ന അതേ സമയം പോലീസുകാരാണെങ്കിൽ ഈ നെക്സ്റ്റ് ലൈറ്റ് ഗ്യാങ്ങിനെ പിടികൂടാൻ വേണ്ടി ആ ഗ്യാങ്ങിൽ പണ്ടുണ്ടായിരുന്ന ഒരു വ്യക്തിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നു. എന്നിട്ട് അയാളോട് നീ വീണ്ടും ആ ഗ്യാങ്ങിലേക്ക് ചേരണം, ആ ഗ്യാങ്ങിൽ ചേർന്നിട്ട് അവിടുത്തെ ഇൻഫർമേഷൻസ് എല്ലാം ഞങ്ങൾക്ക് ചോർത്തി തരണം, ആ ഒരു രീതിക്ക് ഞങ്ങൾ അവരെ പിടിക്കും. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ആ കാര്യങ്ങളെല്ലാം സെറ്റാക്കുവാണ്. അടുത്ത സീനിൽ നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. ഇപ്പൊ നായകന്റെ അടുത്ത് വന്ന് നായകന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അമ്മയെ കണ്ട് ഇന്ന പോലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അമ്മ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നായിക അവനോട് പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന സമയത്ത് അവനും അവന്റെ അമ്മേനെ കാണണം തോന്നുവാണ്. അങ്ങനെ അടുത്ത സീനിൽ രവി നായികനെയും കൂട്ടിക്കൊണ്ട് നേരെ അവന്റെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ അവന്റെ അമ്മ ആഗ്രഹിച്ച പോലെ അമ്മയുടെ കൂടെ അവൻ ടൈം സ്പെൻഡ് ചെയ്യുവാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രവി നായിക അവിടെ തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടേക്ക് എത്തിയ കാര്യം പോലീസുകാർ സ്പൈ ത്രൂ അറിയുന്നു. അങ്ങനെ ഇപ്പൊ ഇവരെ പിടികൂടാനുള്ള ശ്രമങ്ങളെല്ലാം പോലീസുകാർ തുടങ്ങുന്നു. എന്നാൽ അവിടുന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടാണ് നായകനും നായികയും തിരിച്ച് ക്യാമ്പിലേക്ക് എത്തുന്നത്. അവിടെ എത്തുന്ന സമയത്ത് ഇവര് കാണുന്ന കാഴ്ച എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്യാമ്പിലുണ്ടായിരുന്ന കുറെ ആൾക്കാരെ പോലീസുകാർ വന്ന് കൊലപ്പെടുത്തിയിരിക്കുന്നതാണ്. എന്തായാലും പോലീസുകാർ ഇവരുള്ള സ്ഥലമെല്ലാം കണ്ടെത്തിയത് സ്പൈ ത്രൂ ആണെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരവിടുന്ന് ക്യാമ്പ് മാറ്റുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായികയാണെങ്കിൽ നായകന്റെ ബുക്ക് വായിച്ചത് മുതലുള്ള കാര്യങ്ങൾ, അതായത് അവനോട് പ്രണയം തോന്നിയതും ആ കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് അവർ ഡയറി ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, അത് അവളുടെ കയ്യിൽ നിന്ന് നഷ്ടമായി പോകുന്നുണ്ട്. അതാണെങ്കിൽ അവൾ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ
രവിക്കും ഗ്യാങ്ങിനും ഭക്ഷണം കൊണ്ടുവരുന്ന ആളുടെ കയ്യില് അവനെ പിടികൂടി പോലീസുകാർ ഒരു കത്ത് കൊടുത്തു വിടുന്നു. ആ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് അവരുടെ ഗ്യാങ്ങിൽ ഒരു സ്പൈ കയറിയിട്ടുണ്ട്, ആ സ്പൈ നായികയാണ്, അവളാണ് പോലീസുകാർക്ക് ഇൻഫർമേഷൻസ് എല്ലാം എത്തിച്ചു കൊടുക്കുന്നതെന്നായിരുന്നു. പോലീസുകാർ ഇങ്ങനെ ചെയ്യുന്നത് ഈ കാര്യം അറിയുമ്പോൾ നായകനും ഗ്യാങ്ങും അവളെ അതിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ പുറത്താക്കി അവളെ പോലീസുകാർ പിടികൂടി അവളെ കൊണ്ട് കാര്യങ്ങളെല്ലാം പറയിച്ച് ആ ഒരു രീതിക്ക് ഇവരെ പിടികൂടാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ഈ കത്ത് കിട്ടിയതും നായകന്റെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ഓൾറെഡി നായകനെ ഈ ടീമിലേക്ക് എടുത്തത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയിലെ അയാൾ പറയുവാണ്, ഞാൻ മുന്നേ പറഞ്ഞതാ ഇതുപോലെയുള്ളവരെയൊന്നും ഗ്യാങ്ങിലേക്ക് എടുക്കണ്ടെന്ന്. ഇല്ലെങ്കിൽ അവൾ വന്നു കയറി അന്ന് മുതൽ പ്രശ്നങ്ങളാ. അവൾ ആദ്യം എത്തിയത് ആ പ്രിന്റിംഗ് പ്രസ്സിലേക്കാ. അവിടെയുള്ള ആൾക്കാരെ ആ സ്പോട്ടിൽ പോലീസ് പിടിച്ചു. അന്ന് രവിനെ കാണാൻ വേണ്ടി അവൾ വന്നപ്പോ അവിടെയും പോലീസ് വന്നു, നമ്മളെ പിടികൂടാൻ ശ്രമിച്ചു. ഭാഗ്യത്തിനാണ് അന്ന് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രവി വീട്ടിൽ പോയപ്പോ അവിടെയും പോലീസ് വന്നില്ലേ, നിങ്ങളെ പിടിക്കാൻ ശ്രമിച്ചില്ലേ? ഇതെല്ലാം അവളുടെ കളിയാ. രവിനെ പ്രണയിക്കുവാന്നും പറഞ്ഞ് നമ്മളെ പറ്റിച്ച് നമ്മളെയൊക്കെ പെടുത്താൻ അവൾ ശ്രമിക്കുന്നതെന്നൊക്കെ അയാൾ പറയുന്ന സമയം ഇത് കേൾക്കുന്ന നായകന് ദേഷ്യം വരുന്നു. അങ്ങനെ നായകൻ നേരെ അവളുടെ അടുത്തേക്ക് എത്തി അവളോട് ചോദിക്കുവാണ്, പോലീസുകാരുടെ സ്പൈ ആണോ നീ എന്ന്. ഇത് കേൾക്കുന്ന അവള് അല്ല എന്ന് പറയുന്നു. എന്നാൽ അവളെ വിശ്വസിക്കാൻ നായകൻ തയ്യാറാവുന്നില്ല. ഈ സമയം അവൾ പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്, നിങ്ങളെ ചീറ്റ് ചെയ്യാനോ നിങ്ങളെ പോലീസിന് പിടിച്ചു കൊടുക്കാനോ അല്ല ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ ഡയറി എന്റെ ബാഗിലുണ്ട്, അതൊന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്ക്. നിന്നെ ഇഷ്ടമായ അന്ന് മുതലുള്ള കാര്യങ്ങൾ ഞാൻ ആ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കേൾക്കുന്ന അവരാണെങ്കിൽ ആ ഡയറി നോക്കാന്ന് വിചാരിക്കുവാണ്. ഇന്ന് നായകന്റെ കയ്യിൽ നിന്ന് അത് നഷ്ടമായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഡയറി ഇല്ലാന്ന് മനസ്സിലാവുന്ന സമയം ഇവൾ പറയുന്നതെല്ലാം നുണയാണെന്ന് അവർ വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പൊ അവളെ കെട്ടിയിട്ട് അവരൊരുപാട് തല്ലുകയൊക്കെ ചെയ്യുന്നു. കുറെ നേരം കഴിയുന്ന സമയത്ത് നായകനെ അവളെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ അവിടേക്ക് കൊണ്ടുപോയി നായകൻ അവളോട് കുറെ ദേഷ്യപ്പെടുന്നു. നീ പ്രണയിക്കുവാണെന്ന് പറഞ്ഞപ്പോ ഞാൻ അത്രയ്ക്ക് അവോയ്ഡ് ചെയ്തിട്ടും നീ എന്റെ പുറകെ വീണ്ടും വീണ്ടും വന്നപ്പോ നിനക്ക് എന്നോടുള്ളത് യഥാർത്ഥ പ്രണയമാണെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിലും നിന്നോടൊരടുപ്പം തോന്നി തുടങ്ങി വരുമായിരുന്നു. അതുകൊണ്ടാണ് നീ അമ്മനെ പോയി കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അമ്മേനെ പോയി കണ്ടത്. അന്ന് നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോയപ്പോ ഞാൻ നിന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. എന്നാൽ നിന്റെ മനസ്സിൽ ഞങ്ങളെ ചീറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു അല്ലേ? ഇങ്ങനെയും പറഞ്ഞ് ദേഷ്യപ്പെട്ട് നായകൻ അവളെ ഷൂട്ട് ചെയ്ത് അവിടെ കൊല്ലുവാണ്. അങ്ങനെ വെടികൊണ്ട് നായികയാണെങ്കിൽ നേരെ താഴെയുള്ള വെള്ളത്തിലേക്ക് വീഴുന്നു. ഇതേ സമയമാണ് പ്രിയാമണിക്കൊക്കെ മറ്റൊരു ലെറ്റർ കിട്ടുന്നത്. നായിക ഇവരുടെ ഇടയിലെ സ്പൈ ആണെന്നുള്ള കാര്യം അത് പോലീസിന്റെ ഒരു ട്രാപ്പായിരുന്നു. ഇങ്ങനെയും പറഞ്ഞുകൊണ്ടുള്ള ആ ഫുഡ് കൊണ്ടുവരുന്ന വ്യക്തിന്റെ ഒരു കത്തായിരുന്നു അത്. അങ്ങനെ ഈ കത്ത് കണ്ട് അവര് നായകനെ തെറ്റിദ്ധരിച്ചതിൽ ഒരുപാട് പശ്ചാത്തപിക്കുന്നു. നായകനോട് ഈ കാര്യം പറയാൻ വേണ്ടി അവരോട് നായകന്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും അവിടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ ഒരു കാര്യം പറയുന്ന സമയത്ത് ഇത് കേട്ട് നായകനാകെ ഷോക്കാവുന്നു. അങ്ങനെ ഇപ്പൊ നായകന് നേരെ ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുവാണ്. അങ്ങനെ നായകന്റെ ബോഡിയെല്ലാം കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും വെടികൊണ്ട നായികയാണെങ്കിലും മരിച്ചിരുന്നു. അങ്ങനെ ഇപ്പൊ ഒരു തെറ്റും ചെയ്യാത്ത പ്രണയത്തിനായിട്ട് നാടും വീടും വിട്ടു വന്ന ഈ പെണ്ണിനെ കൊന്നു കളഞ്ഞല്ലോ എന്ന് വിചാരിച്ച് നായകൻ ഒരുപാട് പശ്ചാത്തപിക്കുന്നു. സങ്കടം കൊണ്ട് അലറിക്കരയുന്നു. അങ്ങനെ നായിക അവളെ പ്രണയം സാക്ഷാത്കരിക്കാതെ ലോകം വിട്ടു പോയതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു എൻഡിങ്ങോടെ ഈ ഒരു മൂവി അവസാനിപ്പിക്കുകയും ചെയ്യുവാണ്. അപ്പൊ മച്ചാന്മാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.